നമസ്കാരം. നേപ്പാളിനെ തകർത്ത മിന്നൽ പ്രളയത്തിൽ മരണസംഖ്യ 165. വിദേശ ടൂറിസ്റ്റുകളടക്കം 1000-ഓളം പേരെ കാണാതായി എന്നാണ് റിപ്പോർട്ട്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. നേപ്പാളിലെ ജനജീവിതത്തെയും വൈദ്യുത മേഖലയെയും രൂക്ഷമായി ബാധിച്ചിരിക്കുകയാണ് മിന്നൽ പ്രളയം. അതേസമയം ഹോർമുസ് കടലിടുക്കിൽ എണ്ണക്കപ്പലിന് നേരെ വീണ്ടും ആക്രമണമുണ്ടായിരിക്കുന്നു. US ഇറാൻ നയതന്ത്ര ചർച്ചകൾ പുനരാരംഭിക്കുന്നതിന് നിർണായക ഇടപെടലുമായി ഖത്തറും രംഗത്തുണ്ട്. കേന്ദ്രത്തിന്റെ എഥനോൾ നയം അടുക്കള ബജറ്റ് വരെ താളം തെറ്റിച്ചേക്കുമെന്ന സൂചനയുമുണ്ട്. എന്തായാലും ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. എല്ലാ പ്രേക്ഷകർക്കും ഒരു മണി വാർത്തയിലേക്ക് സ്വാഗതം. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരണസംഖ്യ ഉയരുന്നു. 165 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചത്. വിദേശ ടൂറിസ്റ്റുകളടക്കം 1000-ഓളം പേരെ കാണാതായി എന്നാണ് റിപ്പോർട്ട്. അപകട മേഖലയിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. റാസുവ മേഖലയിലുണ്ടായ ദുരന്തത്തിൽ 165 മരണം സ്ഥിരീകരിച്ചതായും 1000-ഓളം പേരെ കുറിച്ച് ഒരു വിവരവുമില്ലെന്നും കാണാതായവരിൽ 300-ഓളം ഇന്ത്യക്കാരും ഉൾപ്പെടുന്നതായും നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാൽ പറഞ്ഞു. കാണാതായ ഇന്ത്യക്കാരിൽ കൂടുതലും മാനസരോവർ തീർത്ഥാടകരാണെന്നും നേപ്പാൾ മന്ത്രി വ്യക്തമാക്കി. 500-ഓളം വിദേശികളെക്കുറിച്ചുള്ള ഒരു വിവരവുമില്ല. ആയിരക്കണക്കിന് വീടുകൾ നഷ്ടമായി എന്നും അദ്ദേഹം വ്യക്തമാക്കി. രക്ഷാപ്രവർത്തനത്തിനാണ് സർക്കാർ ഇപ്പോൾ പരിഗണന നൽകുന്നത്. വളരെ വേഗം തന്നെ മരുന്നുകളും മറ്റ് സാമഗ്രികളും അയച്ച് ദുരിതാശ്വാസ പ്രവർത്തനത്തിൽ ഇടപെട്ട ഇന്ത്യക്ക് പ്രത്യേകം നന്ദി പറയുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം പ്രളയത്തിൽ കുടുങ്ങിയ ഇന്ത്യൻ പൗരന്മാരെ സഹായിക്കുന്നതിനും ബന്ധപ്പെട്ട വിവരങ്ങൾക്കുമായി കാഠ്മണ്ഡുവിലെ ഇന്ത്യൻ എംബസി അടിയന്തര നമ്പറുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. വിവരങ്ങൾക്ക് +977 9851 316807 അല്ലെങ്കിൽ +977 9709 107500 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാമെന്ന് ഇന്ത്യൻ എംബസി അറിയിച്ചിട്ടുണ്ട്. സഹായത്തിനായി നേപ്പാൾ ടൂറിസം ബോർഡ് 1234 എന്ന ടോൾ ഫ്രീ എമർജൻസി നമ്പർ, 1144 എന്ന ഹോട്ട്ലൈൻ നമ്പർ, ടൂറിസ്റ്റ് പോലീസിന്റെ 9851289445 എന്നീ നമ്പറുകളും നൽകിയിട്ടുണ്ട്. ജനജീവിതത്തെയും വൈദ്യുത മേഖലയെയും രൂക്ഷമായി ബാധിച്ച് നേപ്പാളിലെ മിന്നൽ പ്രളയം. രാജ്യത്തിന്റെ ആകെ വൈദ്യുതി ഉൽപാദന ശേഷിയുടെ 12%-ലധികം ഈ ദുരന്തം മൂലം തകർന്നതായാണ് റിപ്പോർട്ടുകൾ. പ്രളയത്തിൽ നിരവധി ഗ്രാമങ്ങൾ ഒലിച്ചുപോയി. കെട്ടിടങ്ങളും പാലങ്ങളും അണക്കെട്ടുകളും തകർന്നു. ദുരന്തം നേപ്പാളിന്റെ ജലവൈദ്യുത മേഖലയെ കാര്യമായി ബാധിച്ചു. നാശനഷ്ടങ്ങൾ കാരണം ഏകദേശം 430 മെഗാവാട്ട് വൈദ്യുതി വിതരണത്തെ ഇത് ബാധിച്ചതായി നേപ്പാൾ ഊർജ്ജ മന്ത്രാലയം അറിയിച്ചു. കണക്കുകൾ പ്രകാരം രാജ്യത്തെ ആകെ ജലവൈദ്യുത ഉൽപാദന ശേഷിയുടെ 12%-ലധികമാണിത്. ജലവൈദ്യുത പദ്ധതികളാണ് നേപ്പാളിന്റെ പ്രധാന ആശ്രയം. ഈ നഷ്ടം നേപ്പാളിന് വലിയ സാമ്പത്തിക ആഘാതമുണ്ടാക്കിയേക്കാം. ഭോട്ടേകോശി, തൃശൂലി, നാര എന്നീ നദികൾക്ക് സമീപം താമസിക്കുന്നവരോട് നദീതീരങ്ങളിൽ നിന്ന് മാറി സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറാൻ അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ടിബറ്റൻ അതിർത്തിയോട് ചേർന്നുള്ള നേപ്പാളിലെ ഗ്രാമങ്ങളിൽ ബുധനാഴ്ചയുണ്ടായ മിന്നൽ പ്രളയത്തിൽ 160-ലധികം പേരാണ് മരണപ്പെട്ടത്. ഇന്ത്യക്കാരടക്കം നിരവധി പേരെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്കിൽ എണ്ണക്കപ്പലിന് നേരെ വീണ്ടും ആക്രമണം. UK മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് ആണ് ഇക്കാര്യം അറിയിച്ചത്. ഒമാനിലെ ഖസബ് തീരത്ത് ചേർന്നാണ് സംഭവം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അജ്ഞാത പ്രൊജക്ടറൈൽ പതിച്ചതിനെ തുടർന്ന് കപ്പലിൽ ഉണ്ടായ തീപിടുത്തം അണച്ചതായും ജീവനക്കാർ എല്ലാവരും സുരക്ഷിതരാണെന്നും അധികൃതർ വ്യക്തമാക്കി. സംഭവത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞയാഴ്ച ഇതേ പാതയിലൂടെ സഞ്ചരിച്ച ചരക്കു കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഒരു ജീവനക്കാരൻ കൊല്ലപ്പെട്ടിരുന്നു. തുടർച്ചയായി ഉണ്ടാകുന്ന ഇത്തരം ആക്രമണങ്ങൾ ഹോർമുസിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തെ ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ്. ആക്രമണ ഭീഷണിയെ തുടർന്ന് ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ നീക്കം ഈ ആഴ്ച വൻതോതിലിടിഞ്ഞു. അമേരിക്ക ഇറാൻ നയതന്ത്ര ചർച്ചകൾ പുനരാരംഭിക്കുന്നതിന് നിർണായക ഇടപെടലുമായി ഖത്തർ. മേഖലയിലെ സംഘർഷം ലഘൂകരിക്കുന്നതിനായി ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ഇന്ന് തെഹ്റാൻ സന്ദർശിക്കും. ഖത്തർ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മജീദ് അൽ അൻസാരിയാണ് സന്ദർശന വിവരം അറിയിച്ചത്. തെഹ്റാനിൽ നിരവധി ഇറാനിയൻ ഉദ്യോഗസ്ഥരുമായി ഷെയ്ഖ് മുഹമ്മദ് കൂടിക്കാഴ്ച നടത്തും. സംഘർഷം കുറയ്ക്കുന്നതിനുള്ള മാർഗങ്ങളും ചർച്ചകൾ പുനരാരംഭിക്കുന്നതിന് അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കുന്നതിനുള്ള വഴികളും കൂടിക്കാഴ്ചയിൽ ചർച്ചയാകും.
എഥനോൾ ഉൽപാദനത്തിനായി ചോളത്തിന്റെ ഉപയോഗം കുത്തനെ കൂട്ടിയത് രാജ്യത്ത് കോഴിമുട്ട വില വർദ്ധിക്കാൻ കാരണമാകുന്നു. ഒരു വർഷത്തിനിടെ മുട്ടവിലയിൽ 40% വർധനയാണ് രേഖപ്പെടുത്തിയത്. എഥനോൾ ഉൽപാദനത്തിനായി ചോളം വലിയ തോതിൽ മാറ്റിവെക്കുന്നത് കോഴിത്തീറ്റയുടെ ലഭ്യതയെ ബാധിക്കുന്നു. ഇതോടെ തീറ്റ ചെലവ് ഉയരുകയും രാജ്യത്തെ മുട്ടവില കുത്തനെ കൂടുകയും ചെയ്തു. രാജ്യത്തെ കോഴിമുട്ട വില ഒരു വർഷത്തിനിടെ ഏകദേശം 35 മുതൽ 40% വരെയാണ് ഉയർന്നത്. എഥനോൾ ഉൽപാദനത്തിനായി രാജ്യത്തെ ചോളത്തിന്റെ ഏകദേശം 37% വരെ ഇപ്പോൾ ഉപയോഗിക്കുന്നതായാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇതോടെ ചോളം വിലയും ഗണ്യമായി ഉയർന്നു. 3 വർഷം മുൻപ് ടണ്ണിന് ഏകദേശം 14,000 രൂപയായിരുന്ന വില ഇപ്പോൾ 26,500 രൂപയോടടുക്കുന്നു. കോഴി വളർത്തൽ മേഖലയിലെ മൊത്തം ഉൽപാദന ചെലവിന്റെ 65 മുതൽ 70% തീറ്റയ്ക്കാണ് ചെലവാക്കുന്നത്. അതിനാൽ തീറ്റ വിലയിൽ ഉണ്ടാകുന്ന നേരിയ വർധന പോലും മുട്ടയുടെയും കോഴിയിറച്ചിയുടെയും വിലയെ നേരിട്ട് ബാധിക്കും. നേരത്തെ ആവശ്യത്തിൽ കൂടുതൽ ഉൽപ്പാദിപ്പിച്ചിരുന്നതിനാൽ ഇന്ത്യ ചോളം കയറ്റുമതി ചെയ്തിരുന്നു. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ ചോളം ഇറക്കുമതി ചെയ്യേണ്ടി വരുമെന്നാണ് വിലയിരുത്തൽ. ചോളത്തിന്റെ ലഭ്യതക്കുറവിന് പുറമെ കടുത്ത ചൂടും കാലാവസ്ഥാ വ്യതിയാനവും സോയാബീൻ അടക്കമുള്ള മറ്റ് ചേരുവകളുടെ വില വർധനയും ഉൽപാദന ചെലവിനെ സ്വാധീനിക്കുന്നുണ്ട്. കൗമാരക്കാരിൽ അഡിക്ഷൻ ഉണ്ടാക്കുന്ന തരത്തിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ മനഃപൂർവ്വം രൂപകൽപ്പന ചെയ്തുവെന്ന കേസിൽ ടെക് ഭീമനായ മെറ്റ വൻ നഷ്ടപരിഹാരം നൽകാൻ ധാരണയായി. യുഎസിലെ വിവിധ സംസ്ഥാനങ്ങൾ നൽകിയ ഹർജിയിൽ $18 ബില്യൺ, അതായത് 1.71 ലക്ഷം കോടി രൂപ നൽകാൻ തയ്യാറെന്ന് മെറ്റ അറിയിച്ചു. മെറ്റയെ സംബന്ധിച്ചിടത്തോളം ചരിത്രപരമായ നിയമ പോരാട്ടത്തിനാണ് ഇതോടെ അവസാനമായത്. ഒരു ടെക് കമ്പനി ഇത്രയും വലിയ തുക നഷ്ടപരിഹാരമായി നൽകുന്നത് ഇതാദ്യമായാണ്. കരാറിന്റെ ഭാഗമായി കൗമാരക്കാരായ ഉപയോക്താക്കൾക്ക് പ്രതിദിന സമയപരിധി ഏർപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള പ്രധാന മാറ്റങ്ങൾ പ്ലാറ്റ്ഫോമുകളിൽ വരുത്താൻ മെറ്റ സമ്മതിച്ചതായും കോടതി രേഖകളിൽ പറയുന്നു. 2023 യുഎസിലെ 29 സംസ്ഥാനങ്ങൾ സംയുക്തമായി മെറ്റയ്ക്കെതിരെ കേസ് ഫയൽ ചെയ്തത്. പതിവ് തെറ്റിക്കാതെ ഇത്തവണയും ഓണക്കാലത്തെ ബെവ്കോയുടെ മദ്യവിൽപ്പന കുതിച്ചുയർന്നു. ഓണക്കാലത്തെ 8 ദിവസം 771.29 കോടി രൂപയുടെ മദ്യമാണ് ബെവ്കോ വിറ്റഴിച്ചത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 694.96 കോടിയുടെ മദ്യമാണ് വിറ്റത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വിൽപ്പനയിൽ 77 കോടിയുടെ വർധനവാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത്. ഉത്രാടനാളിൽ 126.31 കോടി രൂപയുടെ വിൽപ്പനയും നടന്നു. തിരുവോണത്തിന് ബെവ്കോ അവധിയായിരുന്നു. കോഴിക്കോട് ബംഗളൂരു സെക്ടറിൽ ആകാശ എയറിന്റെ പുതിയ സർവീസ് ഒക്ടോബർ 25 മുതൽ ആരംഭിക്കും. നിലവിൽ ആകാശ എയറിന്റെ ഒരു വിമാനം കോഴിക്കോട് ബംഗളൂരു സർവീസ് നടത്തുന്നുണ്ട്. തിങ്കൾ, ബുധൻ, വ്യാഴം, ശനി ദിവസങ്ങളിലാണ് കോഴിക്കോട്ട് നിന്നുള്ള പുതിയ സർവീസ്. രാവിലെ 8:50 കോഴിക്കോട്ട് നിന്ന് പുറപ്പെട്ട് 10 മണിക്ക് ബംഗളൂരുവിലെത്തും. ബംഗളൂരുവിൽ നിന്ന് വൈകിട്ട് 5:20 പുറപ്പെട്ട് 6:30 കോഴിക്കോട്ടേക്കും. ചൊവ്വ, ബുധൻ, വെള്ളി, ഞായർ ദിവസങ്ങളിലാണ് ബംഗളൂരുവിൽ നിന്ന് കോഴിക്കോട്ടേക്കുള്ള സർവീസുകൾ. ഒക്ടോബർ 25 മുതൽ ആകാശ എയർ കോഴിക്കോട് റിയാദ് സർവീസും പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ ഇടിവ്. ഗ്രാമിന് 70 രൂപയും പവന് 560 രൂപയുമാണ് ഇന്ന് കുറഞ്ഞത്. ഇതോടെ 1 ഗ്രാം സ്വർണത്തിന് 14,940 രൂപയും 1 പവൻ സ്വർണത്തിന് 1,19,520 രൂപയുമായി. 18 കാരറ്റ് സ്വർണം ഗ്രാമിന് 12,275 രൂപയും പവന് 98,200 രൂപയുമാണ് വിപണി വില. വെള്ളി ഗ്രാമിന് 260 രൂപയിലാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. ഇതോടെ 1 മണി വാർത്ത പൂർണ്ണമാകുന്നു. നമസ്കാരം.